ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ആദ്യമായിട്ട് ഉള്ളിവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഏകദേശം ഒരു 4 സവാള എടുത്ത് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മൈദമാവോ എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദമാവ് ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് മാവോ കടലമാവോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഉള്ളി നമുക്കിതിലിട്ടിപ്പോൾ അങ്ങോട്ട് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു ദിവസം അങ്ങോട്ട് ആക്കുവാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഏകദേശം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് ഞെരുക്കണം. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിലാണ് നമ്മുടെ ഉള്ളിവടയുടെ രുചി ഇരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് ഉള്ളിവട നന്നായിട്ട് ഇതാകുന്നത്. അപ്പം അങ്ങനെ നന്നായി ഞെരടി ഇതിൽ നിന്ന് ഈ ഉള്ളി നന്നായിട്ട് വെള്ളമാകുന്ന രീതിയിൽ നമ്മളങ്ങോട്ട് ഞെരടി വെക്കണം. ഏകദേശം നമ്മളിതിപ്പം ഒരുമാതിരി നന്നായിട്ട് തന്നെ ഞെരടി വെച്ചിട്ടുണ്ട്. ഇനി അതൊരു 10 മിനിറ്റ് സമയത്തേക്ക് നമ്മളിതിങ്ങനെ ഇതാക്കി വെക്കണം. ഇതൊന്ന് ഒതുക്കിപ്പൊത്തി വെക്കണം. അതിൽ നിന്ന് കുറച്ചായിട്ട് ഇങ്ങനെ സവാളയുടെ നീരിങ്ങനെ ഊറി വരും. അതിനിരിക്കട്ടെ. 10 മിനിറ്റ് നിർത്തത് നമുക്ക് മാറ്റി വെക്കാം. ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മളിതിനിപ്പോൾ അതിലോട്ട് ശകലം ഉപ്പ് പൊടി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനൊന്ന് കൊടുക്കണം. ഏകദേശം 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മതി. എരിവ് നമ്മുടെ ഇഷ്ടം പോലെ. 1 സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അത് മിക്സ് ചെയ്യാം. ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം ഒരു 4 സ്പൂൺ മൈദമാവ് മതിയാവും. നമുക്ക് നോക്കാം. മൂന്ന് സ്പൂൺ ഞാൻ ഇട്ടിരുന്നു. 1 സ്പൂൺ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടത് കുഴച്ച് മാവ് കുറച്ചിട്ട് ഉള്ളി തന്നെ കൂടുതൽ നിൽക്കുന്ന രീതിയിൽ വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ മാവിൻ്റെ രുചിയെ വരത്തുള്ളൂ, ഉള്ളിയുടെ രുചി നമുക്ക് മുന്നിട്ട് കിട്ടത്തില്ല. ഉള്ളിയുടെ രുചി ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിവടയ്ക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി വീണ്ടും കുറച്ചും കൂടി ഇതിങ്ങനെ നന്നായിട്ട് ഞെരുട്ടി കുഴച്ച് പൊത്തി വെക്കണം. ഞാൻ പറയാൻ വിട്ടുപോയി, കുറച്ച് വെള്ളം കൂടി നമ്മളിതൊരു പാത്രത്തിൽ എടുത്ത് വെക്കണം. കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് ഇതിങ്ങനെ ഒട്ടിയിരിക്കുമ്പോഴത്തേക്ക് ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ശകലം വെള്ളം എടുത്തിട്ട് വേണം നമ്മളതിൽ ചെയ്യാനായിട്ട്. ഏകദേശം ഉള്ളിവട നമുക്ക് പൊരിക്കാനുള്ള പരുവത്തിനാക്കി വെച്ചിട്ടുണ്ട്. എരിവ് വേണമെങ്കിൽ ശകലം കൂടെ ചേർക്കാം. എന്നാലും ഞാൻ ഏകദേശം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ചെറിയ എരിവ് ചേർത്തിട്ടുണ്ട്. ഞാൻ ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഒഴിച്ചു. ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. തവിടെണ്ണയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പൊതുവെ തവിടെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തവിടെണ്ണ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായിക്കോട്ടെ. വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ കൈ മുക്കിയിട്ട് വേണം നമ്മൾ ഉള്ളിയോടെ ഉരുട്ടി അങ്ങോട്ട് ഇടാൻ വേണ്ടി. ശരി, എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പം ഇതിലോട്ട് ഉള്ളിവട അങ്ങോട്ട് ഇടാം. ഉള്ളി അങ്ങോട്ട് ശരിക്കും ഇതാക്കിയിട്ടൊന്ന് ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ഇടുക. ഇത്തിരി തീ കൂടുതലാണ് പോകുന്നത്. അപ്പോൾ ഇത്തിരി അങ്ങോട്ട് കുറച്ച് കൊടുക്കാം. കടയിൽ കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള ഉള്ളിവടയായിരിക്കും ഇപ്പോൾ ഇത് നമ്മൾ ശരിയാക്കി എടുക്കുന്നത്.
തീ ഒത്തിരി കൂടരുത്. തീ കൂടി എന്നാൽ ഉള്ളിവട കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ കുറഞ്ഞ തീയിൽ വേണം നമ്മളിത് ശരിയാക്കാനായിട്ട്. ഇപ്പം എനിക്കൊരു തീ കൂടുതലായിരുന്നു, ശകലം കുറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മറിച്ചിടാനായിട്ടുണ്ട്. മറിച്ചിട്ടിട്ടുണ്ട്. വട ഏതായാലും ശരിയായിട്ടുണ്ട്. നമ്മളിത് ഇപ്പോൾ ഇത് കോരി വേറൊരു പാത്രത്തിലോട്ട് ആക്കാൻ പോവുകയാണ്. അതേപ്പോഴത്തേക്ക് തീ ശകലം കുറച്ച് വെക്കാൻ പോകും. ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. വട ശരിയായി. ഞാനത് കോരി എടുക്കുവാണേ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല കടയിലെ ഉള്ളിവടയുടെ പോലത്തെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഒരെണ്ണം എടുത്ത് കഴിക്കാമെന്നൊക്കെ അങ്ങ് തോന്നുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ നന്നായിട്ട് ഉണ്ടാക്കണം കേട്ടോ. സൂപ്പർ ഉള്ളിവട ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതങ്ങോട്ട് ഉരുട്ടിയിടാം. ഇതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ സവോളയ്ക്കൊക്കെ വിലക്കുറവാണ്. കുട്ടികൾക്കൊക്കെ ഉള്ളിവട ആവശ്യത്തിനുണ്ടാക്കി കൊടുക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ വിലക്കുറവാണ്. സവോളയ്ക്ക് തീ കൂട്ടി കൊടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് മതി നമുക്കിത് ഉള്ളിവട ശരിയായി കിട്ടാനായിട്ട്. മറിച്ചിടാനായിട്ടുണ്ട്. നമുക്കതങ്ങോട്ട് മറിച്ചിടാം. ഒരു ഏകദേശം വേകുന്ന സമയത്തേക്ക് നമുക്കിതിനെ അങ്ങോട്ട് ചെറിയ ഉരുളകളായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കുമ്പോഴത്തേക്ക് ഇടാൻ പറ്റും. ചെറിയ ചെറിയ ഉരുളകളായിട്ട് മാറ്റി വെക്കുന്നുണ്ടേ. എണ്ണ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് 4 വടയെ അതിനകത്ത് ഇടാൻ പറ്റത്തുള്ളൂ. കൂടുതലുണ്ടല്ലോ. കുറേശ്ശെ ഉണ്ടാക്കിയെടുത്തെല്ലാം മതി. നോക്കാം നമ്മുടെ ഉള്ളിവട എന്തായാലും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ വരുന്നതേ ഉള്ളൂ. കുറച്ച് ഒരു ശകലം കൂടെ കഴിഞ്ഞിട്ട് നമുക്കിതിനെ കോരി മാറ്റാം. ഏകദേശം നമ്മുടെ ഉള്ളിവട ശരിയായിട്ടുണ്ട്. നമുക്കിതിപ്പോൾ അങ്ങോട്ട് കോരി പാത്രത്തിലോട്ടിടാം. ഒത്തിരി അങ്ങ് മൂത്ത് പോയാലൊരു കരിവ് ചെറിയ ഉണ്ടാവും. അതുകൊണ്ട് അധികം മൂക്കണ്ട്. നമുക്കിങ്ങനെ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് അടുത്തതങ്ങോട്ട് ഇടാം. പെട്ടെന്ന് എടുത്ത് ഇങ്ങനെ ഉരുട്ടി വെച്ചിരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇടാൻ പറ്റും. 3 ഇടാം. 3 നമുക്ക് അടുത്തിടാം. നമ്മുടെ ഉള്ളിവട ശരിയായിട്ടുണ്ട്. നന്നായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇത്തിരി ചെറുതായിട്ട് ഞാൻ ഉണ്ടാക്കിയത്. കടയിലാകുമ്പോൾ ഇത്തിരിയും കൂടി അങ്ങോട്ട് പരത്തിയിട്ടുണ്ടാവും. ഇത് നമ്മളിത്തിരി പരത്തി കുറച്ച് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. ചെറിയ ഉള്ളിവടയാണ് കേട്ടോ.
നല്ല നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നമുക്കെടുത്ത് കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്. നല്ല ഉണ്ട്. നിങ്ങളും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നന്നായിട്ടുണ്ട്. നമ്മൾ വേണ്ട സാധനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 4 ചെറിയ സ്പൂൺ മൈദ. അല്ലാണ്ട് വേറെ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ കുറേ സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നൊരു സ്നാക്സാണ്. ഒരു 4 ചെറിയ സവാളയും, പിന്നെ കുറച്ച് മതിയെങ്കിൽ 2 പേർക്ക് മതിയെങ്കിൽ ഒരു 2 സവാളയും, ഒരു 2 സ്പൂൺ മൈദയും, ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും, ഒരു നുള്ളു ഉപ്പും, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഉള്ളിവട ശരിയാക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിവട നന്നായിട്ടുണ്ട്. നല്ല മുരിഞ്ഞ ഉള്ളിവട, തിരുതിരകണ്ട ശബ്ദം കേൾക്കുന്നുണ്ട് ഇത് മുറിക്കുമ്പോഴത്തേക്ക്. നന്നായിട്ടുണ്ട്. നല്ല എരിവും എല്ലാം ഉണ്ട്. നന്നായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇതിന് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. എല്ലാവരും കണ്ടില്ലേ ഉള്ളിവട ഉണ്ടാക്കുന്നത്? ഞാനും എൻ്റെ മോളും കൂടി ഈ ചാനൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങളെ പരമാവധി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.